സോ ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ സർവൈവൽ സീരീസിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കണേ. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്താ കേവിലേക്ക് എന്ന് വെച്ചാൽ ഞാൻ അയൺ തപ്പി ഇറങ്ങിയാണ്. അപ്പോൾ ഞാൻ കേവിലേക്ക് വരുന്ന വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുമ്പോഴേക്കും വീഡിയോ കാണില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നിന്നുള്ള വീഡിയോ കാണാടുന്നത്. എടാ ഞാൻ ഇൻട്രോ പറഞ്ഞോട്ടാ. ഇത് എന്തുവാ? ഞാൻ ഇൻട്രോ പറഞ്ഞോട്ടെ. ഇൻട്രോ എങ്കിലും പറയാൻ കൂടി. വാ ഓക്കെ, താങ്ക്സ്. അയ്യോ 9 വർഷമുള്ളു. 13 കൊണ്ട് നമുക്കൊന്നും ആവാനാ. അതെവിടുന്ന് 13 വെച്ച് നമുക്കൊന്നും ആവാനാവൂല. അവ പോയി ചത്ത് അവിടെ പോയി അടുത്ത ഈ നൈറ്റ് ഇതിപ്പോൾ എത്രാമത്തെ വട്ടമാടെ ഞാൻ ചത്തുകൊണ്ടിരിക്കണേ. അപ്പം നെതറിൽ പോയാൽ എന്തായിരിക്കും അവസ്ഥ? എനിക്ക് വയ്യത് എന്തുവാടി ഇത് എത്രാമത്തെ വട്ടം ഞാൻ അമ്മേ അപ്പോഴൊക്കെ അതേണ്ട ക്രീപ്പർ. ഇതിനൊക്കെ ഞാൻ എന്തോ തെറ്റാടാ ചെയ്തതിനോടൊക്കെ. കോപ്പ് എടാ ഇവിടെ ഞാൻ ടോർച്ച് വെക്കാനേ മറന്നുപോയി. ഇപ്പം ഭയങ്കര കഷ്ടമല്ലോ. അല്ല ഇപ്പം നമ്മളിവിടെ ടോർച്ച് വെച്ചില്ലെങ്കിൽ സ്പോണാകത്തില്ല. ഞാൻ ഏകദേശം എനിക്ക് കാണാൻ പറ്റുന്ന സ്ഥലത്തുള്ള എല്ലാ അയണുകളൊക്കെ എടുത്തിട്ടുണ്ട്. സോംബിപ്പൻ്റെ എന്തെങ്കിലും എടുത്തിട്ട് പോയിരുന്നെങ്കിൽ പോയി, എല്ലാം പോയി. ഇവിടെ ഇപ്പം ആരെയും കാണാനില്ല. നമുക്ക് കൊണ്ടെല്ലാം വേഗം കൊടുക്കാം. എൻ്റെ ഷീൽഡിൻ്റെ കാര്യത്തിൽ എന്തായാലും ഇപ്പോൾ ഒരു തീരുമാനമാവും. ഷീൽഡിൻ്റെ കാര്യത്തിൽ എന്തായാലും ഇപ്പോൾ ഒരു തീരുമാനമാവും സുഹൃത്തുക്കളെ. മൂഞ്ചു ഇതിപ്പോൾ എന്ത് കഷ്ടപ്പാടാ. ബോ കിട്ടി എനിക്ക്. ബട്ട് എൻ്റെ സോഡ് കാണാനില്ല. അതാ എൻ്റെ സോഡ് കാണാനില്ല. പോയി, എല്ലാം പോയി. എൻ്റെ സോഡ് കാണാനില്ല. പവർ 1 ഉള്ളൊരു ബോ കിട്ടി. അതിപ്പോൾ എനിക്കെങ്ങനെ കിട്ടിയേ? എനിക്ക് തോന്നുന്നു മറ്റേ നമ്മളെ സ്കെൽട്ടൺ കൊല്ലരുത്. ഞാനിപ്പോൾ വന്നേ ഉള്ളൂ. ചാവടാ പിന്നല്ല നമ്മളോട് കളി. എൻ്റെ സോഡ് എൻ്റെ മക്കളെ ഞാൻ അയ്യോ പോയി മുഞ്ചി പാഞ്ഞോ. എടാ എൻ്റെ കയ്യിൽ ബ്ലോക്കില്ല. അയൺ നമ്മളതിലുണ്ട് ഇപ്പോൾ. 13 അയൺ നമ്മളതിലുണ്ട്. ഇത് വെച്ചാൽ നമുക്ക് ടൂൾസൊക്കെ ഉണ്ടാക്കാം. ബട്ട് നമുക്ക് ഇതുണ്ടാക്കാൻ പറ്റില്ല. എന്ത് ആർമർ ഉണ്ടാക്കാൻ പറ്റില്ല. ഒന്ന് വേഗം വാടി, എനിക്ക് പോകണം. എനിക്കുള്ളതും കൊണ്ട് പോകണം. ആക്സും പോയാ കഷ്ടകാലം. എടീ കേവ് ഞാൻ ഒരു ദിവസം കണ്ടോ മക്കളെ, ഒരു ദിവസം ഇവൻ എല്ലാത്തിനിട്ട് ഞാൻ പണിയും. കണ്ടോ, എല്ലാത്തിനിട്ട് ഞാൻ പണിയും. ഞാൻ വെറുതെ വെക്കുന്നു വിചാരിക്കണ്ട. എല്ലാത്തിനിട്ട് പണിയണം കേസ്. നമുക്ക് ഒരു 8,000 വിട്ടുവിടാം. കണ്ടോ, ഞാൻ ഒരു ദിവസം ഒരു നാൾ ഞാൻ വീണ്ടും വരും. അപ്പോൾ കാണിച്ചു തരാം. അപ്പം ഇതുപോലെ മുഞ്ചേ പോയി കാണിച്ചു തരാവടാ. ഒരു നാൾ ഞാൻ വരും. മോളെത്തുമ്പോൾ ഒരു ക്രീപ്പർ പോയി, എല്ലാം പോയി. ഇനിയും ഞാൻ എൻ്റെ ടോർച്ച് ഭാഗ്യത്തിന് 5 ഇരിപ്പുണ്ട്.
അതെടുത്തിട്ട് ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ ടോർച്ച് വെച്ചിട്ട് മുകളിൽ കയറി പോകണം. ഇത്രേ ഉള്ളൂ. നല്ലൊരു ഇപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ സബിയ ആൻഡ് റോട്ടു അതാണെന്ന് എനിക്കറിയില്ല. അയ്യോ പോയി. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ സബിയ ഷെറിയ ആൻഡ് എല്ലാവരും ബെല്ലേക്കും കൂടി ഒന്ന് അമർത്തി വെക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ എന്താ ചെയ്യാനുള്ളത്? ഇപ്പോൾ നമുക്കൊരു ബേസ് വേണം. അതിപ്പോൾ ഞാൻ എന്തെങ്കിലും ഈ എപ്പിസോഡിൽ ചെയ്യാനുള്ള കാരണം കുറേ റിസോഴ്സ് വേണം. അത്യാവശ്യം റിസോഴ്സ് നമുക്ക് കുറേ വുഡൊക്കെ വേണ്ടി വരും ഒരു ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇവരെന്ത് ഇങ്ങനെയൊക്കെയാണ്? ഓക്കെ, അപ്പോൾ ഒരു ബേസ് ഞാൻ നോക്കട്ടെ. നമുക്ക് വേണമെങ്കിൽ ഒരു അടുത്ത എപ്പിസോഡിലെങ്ങാനും ഒരു ബേസ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഇതെന്തായാലും ഇവിടെ വെച്ച് സ്മെൽറ്റ് ചെയ്തിട്ട് ഇവിടെ നീന്തരം ഇവിടെ കുടുങ്ങിയ എന്തായാലും ഒരു വില്ലേജർ അവിടെ ലോക്കായിട്ടുണ്ട്. ഹായ്. അപ്പോൾ നമുക്ക് ഇത് മറ്റേ ഞാൻ എന്തുണ്ടാക്കിയത്? ഇത് മറ്റേ എന്തുണ്ടാക്കിയ മറ്റേ വലിയ ട്രേഡ് ഫാം അല്ലേ? ട്രേഡ് ഫാമാണ് ഇത്. ഇവിടെ മറ്റേ ഇതൊക്കെ വെക്കണം, ട്രാപ്പ് ഡോറ്. അതൊക്കെ സെറ്റാക്കണം. എന്നിട്ട് നമുക്കൊരു പ്രോ പ്ലെയർ ആണ് ഗീസ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? അയണെടുക്കണം. എനിക്ക് പോകണ്ട. അപ്പോൾ ഞാൻ എന്തായാലും ബേസ് ആക്കണം. എന്തായാലും ആക്കേണ്ടി വരില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് വുഡ് ഇപ്പം തൽക്കാലത്തേക്ക് എടുത്ത് വെക്കാം. ഒരു അയൺ ആക്സ് ഉണ്ടാക്കണം വേഗം. അത് ഭയങ്കര സ്ലോ. അല്ലെങ്കിൽ എനിക്ക് വേണം എന്താ പറയുക, അടിയിലേക്ക് മൈൻ ചെയ്തൊരു പൊസിഷൻ 15 എത്തുന്ന സമയത്ത് എനിക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് അങ്ങനെ എടുക്കാം. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഒരു വീഡിയോ ഫുൾ അതായിരിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്യും ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്. ഒന്നെങ്കിൽ ഞാൻ ഓഫ് ക്യാമറ ഇരുന്ന് അങ്ങനെ ചെയ്യണോ, അതോ നിങ്ങൾക്ക് ബോറടിക്കില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ചെയ്യണോ, നിങ്ങൾ തന്നെ പറ. അപ്പോൾ നമുക്കങ്ങനെ ചെയ്യാമല്ലോ. ചിലവർക്കത് ബോറടിക്കുമ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടുന്നതെന്നൊക്കെ പറയും. ചിലവർക്ക് ഞാൻ ചീറ്റ് ചെയ്തെടുത്തതെന്ന് പറയും. ചിലവരാണെങ്കിൽ എന്താ പറയുക, ഇവനെന്താ അത് കാണിച്ചാൽ അതെന്താ കാണിച്ചാൽ ആവില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ തന്നെ പറ. ഞാനിപ്പോൾ ആ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ മൈൻഡ് ചെയ്ത് അങ്ങോട്ട് പോകണോ, അതോ എന്താ പറയുക വീഡിയോ എടുക്കാണ്ട് ഓഫ് ക്യാമറ ഇരുന്ന് ചെയ്യണോ എന്നൊക്കെ നിങ്ങൾ തന്നെ പറ. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ എന്താ വെച്ചാൽ ചെയ്യാം. എല്ലാം എന്താ വെച്ചാൽ ചെയ്യാന്നില്ല. കാരണം എനിക്ക് ഇതിപ്പോൾ ക്രാഫ്റ്റ്സ്മാൻ ആയതുകൊണ്ട് റിയൽ മൈൻക്രാഫ്റ്റ് അല്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് എന്തൊക്കെ ഉണ്ടാക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. ഇനിയിപ്പോൾ ഉണ്ടാക്കിയാൽ തന്നെ ചിലത് വർക്കാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്നെ വെച്ചാൽ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് വലുതായിട്ടൊന്നും അറിയില്ല. ഇപ്പോൾ റിയൽ മൈൻക്രാഫ്റ്റിലാണ് അപ്പോൾ എല്ലാം വർക്കാവും. ഇനിയിപ്പോൾ എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. ബട്ട് ഞാൻ ഇതിനകത്ത് അയൺ ഫോം ഉണ്ടാക്കുമ്പോൾ ഒരു മിസ്റ്റേക്ക് എവിടെയും കാണുന്നില്ല. ബട്ട് അത് വർക്കാവുന്നേ ഇല്ല. അതാണ് കുഴപ്പം. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ കുറേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇനിയിപ്പോൾ എന്താ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റിയ പിന്നെ അത്രയും നല്ലതാണല്ലോ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്താ പറയുക, നിങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന്. എനിക്ക് റെയ്ഡ് ഫോം ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് ഭയങ്കര ടഫായിരിക്കും. കാരണം നമ്മളെന്താ പറയുക, ബീച്ച് അങ്ങോട്ടൊക്കെ പോകേണ്ടി വരും മിക്കവാറും. അതുകൊണ്ട് അത് ഇത്ര ടഫാണ്. ഞാൻ കുറേ ഇരുന്ന് നോക്കേണ്ടി വരും. കുറേ ഗ്രൈൻഡിങ് ഉണ്ട് അതിനേക്കാളും മറ്റേ എന്താ പറയുക ക്രീപ്പർ ഫാം ഇപ്പോൾ എലക്ട്രി കിട്ടിയാൽ തന്നെ ക്രീപ്പർ ഫാമാണ് ഏറ്റവും അത്യാവശ്യം. കാരണം നമുക്ക് എന്താ പറയുക ഫയർ വർക്ക് വേണമെങ്കിൽ തന്നെ നമുക്ക് ഗൺ പൗഡർ വേണം. ഗൺ പൗഡറും വേറെന്താ വേണമല്ലോ, അതൊക്കെ വേണം. അപ്പോൾ ഈ ഗൺ പൗഡറിന് നമുക്ക് ഗൺ പൗഡർ ഫാം ഉണ്ടാക്കണം. ക്രീപ്പർ ഫാം ഉണ്ടാക്കണം. അപ്പോൾ ക്രീപ്പർ ഫാം ഉണ്ടാക്കി നമുക്ക് കുറേ ഗൺ പൗഡർ കിട്ടും. അതല്ലെങ്കിൽ രാത്രി ഇത് എന്താ പറയുക കുറച്ച് നമുക്ക് വലിയ ദൂരമൊന്നും പോകാനില്ലെങ്കിൽ എന്താ പറയുക രാത്രി കുറേ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്യണം. കുറേ ഇരുന്ന് ക്രീപ്പറിനെയും തപ്പി കൊല്ലലായിരിക്കും പണി. അതിനേക്കാളും നല്ല നമുക്കൊരു ക്രീപ്പർ ഫാം തന്നെ ആയിരിക്കും. എന്തായാലും ട്രൈ ചെയ്യണം. എന്തായാലും ഞാൻ ഇപ്പോഴൊന്നും ചെയ്യുന്നില്ല. എന്തായാലും ഇപ്പോഴെന്ത് ചെയ്യുന്നാൽ തന്നെ ഒന്നും ആവണമെന്നുമില്ല.
അയൺ ഫോമൊക്കെ എനിക്ക് ഉണ്ടാക്കാനാവുമോ എന്ന് തന്നെ അറിയത്തില്ല. ചിലപ്പോൾ എനിക്ക് ആയിന്നും വരില്ല. ഞാൻ അത്ര പ്രോ അല്ലല്ലോ. പ്രോ എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, എനിക്ക് അങ്ങനെ കളിക്കാനൊന്നും അറിയത്തില്ല. ഞാൻ അത്ര പ്രോ ഒന്നുമല്ല. അതായത് ഇപ്പം എനിക്ക് വലുതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു ബിൽഡ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഐഡിയ അങ്ങനത്തെ ഒന്നും എനിക്കില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കണം. 64 സെക്കൻഡ് എൻ്റെ കയ്യിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അതൊക്കെ റെഡിയാക്കി എടുക്കണം. അതിലാവട്ടെ ഇപ്പോൾ കുറച്ച് നമ്മളതിലായുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുക? ഇപ്പോൾ ഇവിടെ നമ്മളൊരു ഇത് കെട്ടുന്ന അവിടെ കെട്ടണം, ഇവിടെ കെട്ടണോ, അവിടെ കെട്ടണോ, അതങ്ങ് മലയുടെ മുകളിൽ കെട്ടിയവൻ ഇങ്ങോട്ട് വരില്ല അങ്ങോട്ട് പോലും മൊത്തം പണിയായിരിക്കും. ലേറ്ററിൻ്റെ കുഴപ്പമില്ല. പക്ഷേ ലേറ്റർ ഇട്ടണമെങ്കിൽ എൻഡ്രാഗനെ കൊല്ലണം. എൻഡ്രാഗനെ കൊന്നിട്ട് മറ്റൊരു പോർട്ടലുണ്ടല്ലോ, ആ ചെറിയ സാധനം എൻട്രപ്പിൾ എറിഞ്ഞ് പോകുന്നത്, എന്താ പറയുക, അതിൽ പോകണമെന്ന്. ഓക്കെ, എന്തൊക്കെയോ പറയുന്നത്. ഓക്കെ, അതിൽ കയറിയിട്ട് മറ്റേ എൻട്ര സിറ്റിയിൽ പോകണം. അവിടെ പോയിട്ട് മറ്റേ എന്താ പറയുക, ഷിപ്പുള്ള ഇത് എന്താ പറയുക, വീട് പോലത്തെ സംഭവം കണ്ടുപിടിക്കണം. അവിടെ നിന്ന് എലേറ്റർ എടുക്കണം. മറ്റേ ഷൾക്കർ ബോക്സ് എടുക്കണം. ഷൾക്കറൊക്കെ അത്യാവശ്യമാവും. എനിക്കും വല്ല അത്യാവശ്യം ഉണ്ടാവത്തില്ല. എനിക്ക് അത്യാവശ്യമില്ല എന്ന് പറയാൻ കാരണം ഞാനിപ്പോൾ വലുതായിട്ട് ബിൽഡൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഞാൻ സുധിയണ്ണൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര കൊതിയായി അതുപോലൊക്കെ ചെയ്യണമെന്ന്. ഇപ്പം ഇവിടെ എന്തായാലും കുറേ സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണം. ബട്ട് മോനെ, അത് ഓഫ് ക്യാമറ ഇരുന്ന് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇനി അതല്ലെങ്കിൽ ലൈവ് ഇടാമായിരുന്നു. പക്ഷേ ഇപ്പോൾ യൂട്യൂബ് ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നു. എന്താ പറയുക, കുട്ടികൾക്ക് മറ്റേ ലൈവ് ഇട്ടുകൂടാ, അതിനെന്തോ പെർമിഷൻ വേണം, അവരെ കൂടെ ആരെങ്കിലും വലുതായിട്ടുള്ള ആരെങ്കിലും വേണമെന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ട് മൊത്തം പണി. അതുകൊണ്ട് എനിക്കിപ്പോൾ ലൈവ് തന്നെ ഇടാൻ പറ്റില്ല. അല്ലെങ്കിൽ മറ്റേ ഗിവ് അവേ ഒക്കെ പണ്ടേ കൊടുക്കണ്ടായിരുന്നു. ഈ ലൈവേ എനിക്കിപ്പോൾ പറ്റുന്നില്ല. നിരശപ്പെട്ടു. മാറി. അല്ലെങ്കിൽ ഇപ്പം ഇല്ല ലൈവിൻ്റെ വായ്പെന്ന് പറയുമ്പോൾ ഇനി സ്റ്റോറേജ് ഒന്നെങ്കിലും ഉണ്ടാവത്തില്ല. അതൊക്കെ റെഡി ആയി വരുമ്പോഴേക്ക് യൂട്യൂബിൻ്റെ മറ്റേ നിയമവും. അതുകൊണ്ട് മൊത്തം പണിയായതുകൊണ്ട് ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മൊത്തത്തിൽ കുടുങ്ങിപ്പോയി. ഇവിടെ ലാവയുണ്ടല്ലേ, 2 ബക്കറ്റ്. വേറെ ഇപ്പോൾ ലാവാപ്പൂൾ ഇവിടെ നമ്മൾ പോയ കേവിലൂടെയും കണ്ടില്ല. ആ കേവ് എനിക്ക് തോന്നുന്നു ഇൻഫിനിറ്റി ആയിട്ട് പോകുമെന്ന് തോന്നുന്നു. ആ കേവ് അല്ലേ, കാണുമ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നത്. അത് ഇൻഫിനിറ്റി ആയിട്ട് പോകുന്നൊരു കേവാന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ എന്തായാലും ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് നോക്കട്ടെ. എന്താ വെച്ചാൽ നമുക്ക് എവിടെ ബേസ് ഉണ്ടാക്കേണ്ട ഒരു നല്ല സ്പോട്ട് കിട്ടി അവിടെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് എടുത്ത് വെക്കട്ടെ. അവിടെ എൻ്റെ ബ്രെഡ് പോയി. കുഴപ്പമില്ല, ആകെ കിട്ടിയ ബ്രെഡായിരുന്നു, അതും പോയി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. അവിടെ നല്ല ഇവിടെ ഉണ്ടാക്കിക്കൂടെ അല്ലേ? ഇവിടെ നോക്കട്ടെ. ഒന്നെങ്കിൽ ഇവിടെ ഉണ്ടാക്കണം നമുക്ക്, അല്ലെങ്കിൽ അങ്ങ് അപ്പുറമോ എവിടെയെങ്കിലും. അവിടെ ലാവയുണ്ട്, ബട്ട് ലാവ പൂൾ ഉണ്ടാവില്ല അല്ലേ? ഇങ്ങോട്ടൊന്നും വന്നിട്ടേ ഇല്ല അല്ലേ? അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്ന പോലെ പോകുന്നേക്ക് അവിടെ എവിടെയെങ്കിലും ആയുണ്ടാവണം. എടാ, ഹാർഡ് ഇട്ടാൽ മതിയായിരുന്നു. ഹാർഡ് ഇട്ടാൽ നമുക്ക് കളിക്കാനും ഹാർഡായിരിക്കും. ബട്ട് ഇവിടെ എന്താ മീൻ, മറ്റേ ബീഫ് ഉണ്ടായിരുന്നു, പോയി. എന്തോ പറഞ്ഞേ എൻ്റെ പൊന്നെ, അവിടെ ഞാൻ എടുത്താസനല്ലേ? ഓക്കെ, സബാഷ്. ഓക്കെ, പൊളി, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. എനിക്ക് പമ്പിടാൻ ഇതിനകത്ത് ഇൻഫിനിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ വരണം മതിയായിരുന്നു.
ഇപ്പം എന്താ ചെയ്യുക? ഒന്നും ചെയ്യണമെന്നുമില്ല. ഇപ്പം തന്നെ ജസ്റ്റ് ഒരു ബേസിൻ്റെ പണി തുടങ്ങി വെച്ചാലോ. അപ്പം ഞാൻ എന്തായാലും അവിടെ തന്നെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എന്താ വെച്ചാൽ വില്ലേജിന് കുറച്ച് അടുത്താണ്, ട്രേഡ് ഫാമും കുറച്ച് അടുത്താണ്. അപ്പോൾ ബെസ്റ്റ്. ഞാൻ മണ്ടത്തരം കാണിച്ച്. ഇപ്പം നല്ല ആട്ടമാണ് മണ്ടത്തരം. ഞാൻ ഫസ്റ്റ് വില്ലേജിലേക്ക് വന്നപ്പോൾ തന്നെ വില്ലേജസിന് പൂട്ടണമായിരുന്നു. എല്ലാ വില്ലേജസും ഇപ്പോൾ എന്നെങ്കിൽ എവിടേക്കെങ്കിലും പോയി കാണും. ആകെ ഇപ്പം എൻ്റെ ഉണ്ടായത് ഇപ്പം ഞാൻ സൈഡിൽ കണ്ട് അവിടെ ആ ചെറിയ ചെക്കനും പിന്നെ മോള് 2-3 ആളും പിന്നെ അവൻ്റെ ആ ജോലി എടുക്കാത്ത ആ വില്ലേജറേ ഉണ്ടാകത്തുള്ളൂ. ഇനിയിപ്പോൾ അവനെ ജോലി എടുക്കണം, വില്ലേജർ ആക്കണമെങ്കിൽ തന്നെ എന്താ പറയുക, അവന് ക്യൂർ ചെയ്യണമെങ്കിൽ തന്നെ കുറേ പണിയുണ്ട്. മൊത്തത്തിൽ പണിയായല്ലോ. ഇതെന്തുകൊണ്ട് ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ തന്നെയാണല്ലോ അവസ്ഥ. എനിക്ക് മാത്രം എന്തിങ്ങനെ? അത് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാകാറുണ്ടോ? കഷ്ടം. ഞാനിപ്പോൾ എന്താ ചെയ്യാ? എനിക്ക് വയ്യ. ഓട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എടി ഇവൻ ഇത്ര കൂടെ ഒന്ന് വലുതായോ? അല്ലല്ലേ. ആവശ്യത്തിനുണ്ടല്ലോ 3-4 ആളുണ്ട്. ഓക്കെ, അവർ പോവാതിരുന്നാൽ മതി. എടാ ഇന്നലെ ഉണ്ടായ സ്കിന്നല്ലല്ലോ ഇത്. ഇന്നലെ മഞ്ഞ മുടിയല്ല ഉണ്ടായിരുന്നേ. ഒന്നും ചെയ്യേണ്ട, എൻചാൻറ്റിങ്ങും പവർ 1 മറ്റേ ബോട്ടി. എടാ ശവല് ശവലെങ്കിലുണ്ട്. ശവലെങ്കിലും ഉണ്ട് കയ്യിൽ. എന്തായാലും ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്യണം. ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അത്രയ്ക്ക് ക്ലിയർ ചെയ്യാനുള്ള ഇത് ക്ലിയർ ചെയ്യുന്ന സമയം കൊണ്ട് എന്താ പറയുക, എൻ്റെ ശവലും പൊട്ടി. അപ്പം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ അപ്പോൾ ഒരെണ്ണം എന്താ ഇവിടെ വരും, ഇങ്ങനെ വന്നിട്ട് ഒരെണ്ണം ഇവിടെ വരും, ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരെണ്ണം ഇവിടെയും വരും. ഓക്കെ, ഇങ്ങനെ വന്നിട്ടാകുമ്പോൾ ഇവിടെ ഒരെണ്ണം വരും, പിന്നെ ഇവിടെ ഒരെണ്ണം വരും. തെറ്റി. ഇവിടെ ഒരെണ്ണം വരും. അത് കഴിഞ്ഞിട്ട് മുമ്പിലേക്ക് വന്നിട്ട് ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. അപ്പോൾ ഇതാണ്. ഞാൻ എന്തായാലും ഇതൊന്ന് ഫില്ലാക്കട്ടെ. ഇത് കുറച്ച് ചെറുതാടാ. എന്തായാലും പൊട്ടിച്ചിട്ട് ഇവിടെ വയ്ക്കാൻ പോകണം. ഓക്കെ, അവിടെ എത്തും. അവിടെ ക്ലിയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് ഈ ലെയറൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു ലെയറുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വരണം. ഇതിപ്പോൾ ഇതാരാ എൻ്റെ ലുട്ടാപ്പി മോൻ? വാടാ നീ വാ നീ എന്നെ കൊല്ലാൻ വാടാ നീ വാടാ. അല്ലേ നമുക്കുണ്ടാ പേടി. ഓക്കെ, അപ്പോൾ ഈ വീടിൻ്റെ സ്റ്റൈൽ നിങ്ങളോട് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എനിക്ക് കിട്ടിയൊരു സ്റ്റൈൽ ഞാനങ്ങ് ചെയ്തു, ഇത്രേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ഗ്ലാസ് വരുന്ന സൈഡ് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയേക്കുന്നേ ഉള്ളൂ. 2, 3, 4. ഓക്കെ, ഇവിടെ ഒന്ന് ഫില്ലാക്കാം. അപ്പം ഞാൻ എന്തായാലും ഈ ഫുൾ ലെയർ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കേ.
സോ അപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും ഈ ഒരു ലെയറിങ്ങുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറത്തുനിന്ന് നോക്കിയാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു ഇതും കൂടി കെട്ടാണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇതാണ്ട് ഇവിടെ ഒരു എന്താ പറയുക വിൻഡോ പോലെ വരും. അതെന്തായാലും പൊളിച്ചെടുക്കാം. പിന്നെ ഇവിടെ വരത്തില്ല, പിന്നെ അങ്ങ് അവിടെ വരും. ഇവിടെ ഒരെണ്ണം വരും. ജസ്റ്റ് ഒന്ന് മൗസ് പണിയാനിട്ടുണ്ട്. മൗസ് തിരിച്ചു വരുമ്പോൾ ഞാനും തിരിച്ചു തരാം. സോ ഗൈസ് നമ്മളെ മൗസ് നേരാകുമ്പോഴേക്ക് കുറച്ച് അധികം ടൈം എടുത്തപ്പോഴേക്ക് നൈറ്റായി. ഞാൻ എന്തായാലും അതൊക്കെ നൈറ്റ് കഴിഞ്ഞ് ഉറങ്ങി എന്നിട്ടാണ് ഇപ്പം ഞാൻ വീഡിയോ എടുത്തത്. റിയൽ ലൈഫിൽ നെറ്റില്ല. ഇവിടെ ഒരു 4 ഇത്രയും വേണ്ടി വരും. ഓക്കെ, ഏകദേശം നമ്മളെ വീടിൻ്റെ ഇത്രയും പണി ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ കൂട്ടി മുട്ടിക്കണം. ഓക്കെ, ഞാൻ എന്തായാലും ജസ്റ്റ് ഇവിടെ ഒന്ന് കവർ ചെയ്ത് വെക്കാം. ഇവിടെ ഒരു ഞാൻ നട്ട വൈറ്റ് ട്രീ വളർന്നു. കാരണം നമുക്കിപ്പോൾ വൈറ്റ് ട്രീ ആവശ്യം വരും. കാരണം എന്താ വെച്ചാൽ നമുക്കാണെങ്കിൽ അടിയിൽ ഇവിടെയൊക്കെ വെക്കാൻ പറ്റും. അതുകൊണ്ട് അപ്പം ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് റൂഫും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ആൻഡ് സോ ഗൈസ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ കുറച്ചൊക്കെ പണി ഏകദേശം തീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത ബാക്കി പണി നമുക്ക് എന്തായാലും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ആൻഡ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.